ഒരു നിയമസഭാ അംഗം അതിനേക്കാൾ ഉപരിയായി കേരള മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലുള്ള പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയുള്ള ലൈഫ് മിഷന്റെ വൈസ് ചെയർമാൻ കൂടിയായ തൃത്താല MLA ഏത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന് തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈഫ് മിഷൻ വടക്കാഞ്ചേരി ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത് വസ്തുതകൾ മനസ്സിലാക്കാതെയല്ല. അദ്ദേഹം 2 തവണ നിയമസഭയിൽ വടക്കാഞ്ചേരിയിലെ നിലവിലുള്ള MLAക്ക് നൽകിയ സബ്മിഷന്റെ മറുപടി അതിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്തരത്തിലുള്ള ചില വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം മുമ്പ് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് ഇതിനെതിരെ പരാതി കൊടുത്ത വടക്കാഞ്ചേരിയിലെ മുൻ MLA തോറ്റ് വീട്ടിലിരിക്കുകയാണ് എന്ന് കളിയാക്കി അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും വിജയിക്കുകയും ഒക്കെ സാധാരണയാണ്. സ്ഥിരമായി ജയിക്കുന്ന ഒരാളാണ് രാജേഷ് എങ്കിൽ പറഞ്ഞെങ്കിൽ അത് മനസ്സിലാക്കാം. അദ്ദേഹം പാലക്കാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടാണ് തൃത്താലയിൽ പിന്നീട് ജയിച്ച് MLA ആയത്. അത് അദ്ദേഹം ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് മറുപടി പറയാൻ വരുമ്പോൾ അന്ന് 2021 എന്നെ തോൽപ്പിച്ച ആളുകൾ എന്നെ വീണ്ടും ജയിപ്പിച്ച് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമായ അടാട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കസേരയിൽ ഇരുത്തിയതിന് ശേഷമാണ് ഞാൻ രാജേഷിന് മറുപടി പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അനിലക്കരയല്ല രാജേഷിന് മറുപടി പറയുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ വകുപ്പിലെ അദ്ദേഹത്തിന്റെ ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് 73-74 അമെന്റ്മെന്റുകളുടെ ഭാഗമായി ഭരണഘടനാ പരിരക്ഷയുള്ള അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയ അനിലക്കരയാണ് രാജേഷിന് മറുപടി പറയുന്നത്.